ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC 2021 മുതൽ 2024 വരെ നടത്തിയിട്ടുള്ള PSC പരീക്ഷകളിൽ നിന്ന് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലുള്ള ഒരുവിധം ചോദ്യങ്ങളെല്ലാം തന്നെ 3-4 തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലാകെ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണത്? ഇരവിക്കുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല. ഇതിൽ ആദ്യമായി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇരവിക്കുളമാണ്. 1978 ഇരവിക്കുളം ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. അതായത് കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള ദേശീയോദ്യാനം ഇരവിക്കുളമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. 1984 സൈലന്റ് വാലി ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഇരവിക്കുളം ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1978 സൈലന്റ് വാലി 1984 ബാക്കിയുള്ള 3 ദേശീയോദ്യാനങ്ങളും ഒരേ വർഷമാണ് ദേശീയോദ്യാനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതായത് ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല. ഇത് മൂന്നും 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അപ്പോൾ ഏറ്റവും വലുത് ഇരവിക്കുളവും ഏറ്റവും ചെറുത് പാമ്പാടുംചോലയാണ്. അടുത്തത്, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള 4 ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലുള്ളതാണ്. സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അടുത്തത്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ. കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. അതുപോലെ പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദിയും കുന്തിപ്പുഴയാണ്. അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തൂതപ്പുഴയാണ്. അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? നേരത്തെ പറഞ്ഞതാണ്, 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഈ ചോദ്യം 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ഇരവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതാണ്? ഇരവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതാണ്? വരയാടാണ് ഇരവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. ഈ ചോദ്യം തന്നെ തിരിച്ചും മറിച്ചും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്?
മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഉടുമ്പൻചോലയാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ഇടുക്കി ജില്ലയിലാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കുന്തിപ്പുഴ ഒഴുകുന്നത് ഏത് ദേശീയോദ്യാനത്തിലൂടെയാണ്? ഏതാണ്? സൈലന്റ് വാലിയിലൂടെയാണ് കുന്തിപ്പുഴ ഒഴുകുന്നത്. നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്, പക്ഷേ ഒന്ന് തിരിച്ച് ചോദിച്ചു എന്ന് മാത്രം. അടുത്ത ചോദ്യം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം. ഇരവിക്കുളമാണ് വരയാടുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഏത് ദേശീയോദ്യാനമാണ്? ഏതാണ്? സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്ന ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ്? സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ്? ഏതാണ്? നീലഗിരിയാണ് ഈ 3 ദേശീയോദ്യാനങ്ങളും ഉൾപ്പെടുന്ന ജൈവമണ്ഡലം. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ സംരക്ഷിക്കപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ സംരക്ഷിക്കപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ഇരവിക്കുളമാണ് നീലഗിരി താർ സംരക്ഷിക്കപ്പെടുന്ന നാഷണൽ പാർക്ക്. വരയാടുകളെയാണ് നമ്മൾ നീലഗിരി താർ എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ളത്. ഇതിലെ പല ചോദ്യങ്ങളും 3-4 തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.